ഹായ് ഹലോ, കൺമണി ഒഫീഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അപ്പം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീറ്റ്റൂട്ട് തോരൻ, കൊഴുക്കട്ട, പൂസരി, വട്ടയപ്പം, കിണ്ണത്തപ്പം, പൊട്ടുകടല, സേമിയ പായസം, ഫസ്റ്റ് ഐറ്റം സൂപ്പറാണ്. പാൽപ്പുട്ടും കുറുമയും ഭയങ്കര ടേസ്റ്റാണ്. ദോശ, ചേമ്പ്, ഏത്തയ്ക്ക പുഴുങ്ങിയതാണ്, ചീനി പുഴുങ്ങിയത്. അച്ഛന് കുറച്ച് കയ്പുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഇട്ടതായ എഡിറ്റ് ചെയ്യാൻ വയ്യ. ക്യാരറ്റ് കേക്ക്, ടീച്ചറിൻ്റെ കേക്കാണ്, അബാക്കസ് ടീച്ചറിൻ്റെ കേക്കാണ്. ഇടിയപ്പം, ജിലേബി, ഹൽവയാണെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇരിക്കുന്ന ഉണ്ണിയപ്പം ഒരെണ്ണവേ കിട്ടിയുള്ളൂ. സേമിയ ഉപ്പുമാവ്, പിന്നാലെ ഫുള്ളായിട്ടും ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞേ. ഞാൻ ഫുഡ് ഫെസ്റ്റിന് ഒന്നും കൊടുത്തു വിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ മടി പക്ഷെ പറ്റിയില്ല. ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഡെഡിക്കേഷൻ കിട്ടിയെങ്കിൽ പിന്നെ വീഡിയോഗ്രാഫർ ആകും വലുതാവും. പ്രസംഗിക്കാൻ നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു ഫുഡ് ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുകയായിരുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം അവരവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കുറേയധികം വിഭവങ്ങൾ എല്ലാവരുമായി ഒരുമിച്ച് ഒത്തൊരുമയോടെ ഷെയർ ചെയ്യുന്നതിനും ഈ വിഭവങ്ങളെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എന്ന ബോധം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനും വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ബഹുമാനിയായ വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു ഗോപു എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഗോപൻ സർ, പ്രിയപ്പെട്ട പേരൻസ്, നമ്മുടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ എല്ലാവരും, നമ്മുടെ സ്റ്റാഫ് എല്ലാവരെയും സന്തോഷപൂർവ്വം നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. യോഗത്തിന്റെ അധ്യക്ഷ, പ്രധാന അധ്യാപിക കൂടിയായ പെട്ടെന്നേ ഞാൻ യഥാർത്ഥത്തിലേ ഇത്രയും വലിയൊരു പരിപാടിയാന്ന് അറിഞ്ഞില്ല. അന്ന് കണ്ടപ്പോഴേ ഭയങ്കര നല്ല എന്തോ പറയുന്നത് നിറപ്പകട്ടാർന്ന കാഴ്ചകൾ. ഈ കുഞ്ഞുങ്ങള് എല്ലാം ഈ ചുവന്ന തൊപ്പിയും ഡ്രസ്സും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ടപ്പോ എനിക്കൊരു ചുവന്ന സാരി ഉണ്ടായിരുന്നു, അതുമൊക്കെ ഇടുക. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനും അപ്പുറമായി ടീച്ചർ ഉടനെ പോകുമെന്നുള്ളത് ഓർത്തപ്പോഴാണ് സത്യത്തിൽ എനിക്ക് വിഷമം വരുന്നത്. അതൊരു വല്ലാത്തൊരു വിഷമത്തില്ല. കാരണം നമ്മുടെ സ്കൂളിന്റെ അവസ്ഥ നമുക്കറിയാം. അവിടെ നിന്ന് ഇത്രത്തോളം എത്തി ഒരു ഫുഡ് ഫെസ്റ്റൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇല്ലേ, നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നല്ല പ്രിയങ്കരിയായ PTA പ്രസിഡന്റ് പ്രശാന്തി, കസ്തൂരിബായി ടീച്ചർ, ഗോപേണ്ണ, അജിത്ത്, പ്രിയമുള്ള ഓരോ രക്ഷകർത്താക്കളുടെ ഏകദേശമുള്ളവരുടെ പേരറിയാം.
ചിലരെയൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സുലൈ ചേച്ചി, വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. കാരണം എന്ന് പറയുന്നത് ഞാൻ പുതുതായിട്ട് പഞ്ചായത്ത് മെമ്പറായി വീണ്ടും 4ാമത്തെ പ്രാവശ്യം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണിത്. നേരത്തെ എന്നോട് കയറി വന്നപ്പോൾ തന്നെ അന്ന ടീച്ചർ പറയുകയുണ്ടായി. ആദ്യമേ എന്നെ വീണ്ടും ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത എൻ്റെ വാർഡിലെ വോട്ടർമാർ ഇവിടെ ഉണ്ട്. അവർക്ക് അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിൽ ഇപ്പം ഞാൻ വന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കണ്ടപ്പം ഇവരെല്ലാവരും തന്നെ ഈ LKG UKG പഠിക്കുന്ന കുട്ടികളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകരുത്. നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നു എന്ന് എന്നേക്കാൾ കൂടുതൽ ഈ നിൽക്കുന്ന രക്ഷകർത്താക്കൾക്ക് അറിയാം. ഇവിടുത്തെ HM ഇപ്പം പോയാലും ബാക്കി നിൽക്കുന്ന അധ്യാപകരും ഒന്നിനൊന്നും മെച്ചമാണ് അല്ലേ? അല്ലാതെ ഒരു മോശം പറയത്തക്ക ഒരു അധ്യാപകർ ഇപ്പം നമുക്കില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ പേരൻസിന്റെ ഒരു കൂട്ടായ്മ ഇപ്പം വളരെ സജീവമായിട്ട് PTA പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാ രക്ഷകർത്താക്കളും ഇപ്പം സജീവമായിട്ടുണ്ട് എല്ലാ പരിപാടിയിലും. അപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പേരൻസായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പം നിലവാരം ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്. നമുക്കറിയാം ഗവൺമെന്റ് അധ്യാപകർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ്, അവർക്ക് ഡെയിലി ട്രെയിനിങ് ഉണ്ട്. മാസം എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്നോട് ട്രെയിനിങ് ആണ് തോന്നുന്നത്. അപ്പൊ അത്രയും പ്രാവീണ്യം നേടിയ അധ്യാപകരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷേ ഞാനും അതിനൊരു ഇരയായിട്ടുള്ള ഒരാളാണ്. ഞാൻ അന്ന് ജനപ്രതിനിധി ഒന്നും അല്ല, മാത്രമല്ല അന്നൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ആൾക്കാർക്ക് ഇത്ര ഒരു പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ മൂത്ത മോളെ സ്കൂളിലാക്കുന്ന സമയത്ത് ഇവിടെ അല്ല, പിന്നെ ഞാൻ ഗവേണന്റെ വീട്ടിലായിരുന്നു. പക്ഷെ പിന്നെ വന്ന മൂത്താള് പോയപ്പോൾ ഇളയാളും അങ്ങനെ പോയി. അതിന്റെ മനോവിഷമം എനിക്ക് ഇന്നും ഉണ്ട്. എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി, അതിലൊന്നും നമുക്ക് ആശങ്കയില്ല. എങ്കിൽ പോലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വരുന്നൊരു ആത്മാഭിമാനം തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ പല മീറ്റിങ്ങുകളിലും ചെല്ലുമ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും അവിടെ നിന്ന് പഠിച്ചു വന്ന അധ്യാപകരായാലും മറ്റ് സംഘടനകളിൽ ഇരിക്കുന്നവരായാലും അതൊരു ആത്മാഭിമാനത്തോടു കൂടിയാണ് അവരും പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇപ്പം ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. നമുക്കിപ്പോൾ ഇല്ലാത്ത സാഹചര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് പുതിയ കെട്ടിടം കൂടി വരികയാണ്. ഞാൻ ഇത്രയും പറയുന്നത് എന്നേക്കാളും അറിയാവുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ LKG കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ പിടിച്ചു വലിച്ച് കൊണ്ടുപോകരുത്. പിന്നെ ചിലർ ICSE CBSE തന്നെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. അതൊരു രക്ഷകർത്താവിന്റെ അവകാശമാണ്. അതിനെയൊന്നും നമ്മൾ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഇന്ന സ്കൂളിൽ പഠിപ്പിക്കണം, ഇന്ന വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് തന്നെ. അത് ഞാൻ അംഗീകരിക്കുന്നത്. എന്നാൽ കൂടി ഇതേ നിലവാരത്തിലുള്ള ഇതിനേക്ക്, അതായത് എയ്ഡഡ് സ്കൂളുകൾ, ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുണ്ട് ഇവിടെ, SKV സ്കൂള്, അതേപോലെ വേറെ രാലിമൂടോ തൊട്ടടുത്തുള്ള സ്കൂളുകളുണ്ടല്ലേ. ഒന്ന് SKV ആണ് ഏറ്റവും അടുത്ത്. പിന്നെ നമുക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്, RMB പൊയ്ക, സെന്റ് ആൻഡ്രൂസ് എയ്ഡഡ് അല്ലല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സ്കൂൾ മറന്നു പോകരുത്. കാരണം അതിനേക്കാളും നിലവാരമുള്ളതും ഗവൺമെന്റ് സ്കൂളാണ് നമ്മുടേത്. ഇപ്പൊ തന്നെ നമുക്ക് ഈ വർണ്ണക്കൂടാരമൊക്കെ നിങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ പരിപാടികളായിരുന്നു. ഇപ്പൊ ഈ ഇലക്ഷന് ഇവിടുത്തെ 2 വാർഡിലെ ആൾക്കാർ വന്നായിരുന്നു. അവർ വന്നപ്പോൾ തന്നെ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് എന്തോ സംഭവം. അപ്പൊ അങ്ങനെ നമുക്കൊരു വൈഡ് പബ്ലിസിറ്റി തെരഞ്ഞെടുപ്പിലൂടെ കിട്ടി. മറ്റേത് നമ്മുടെ സ്കൂളുകൾ എന്തിനാ ഗ്രാമസഭയ്ക്കും തെരഞ്ഞെടുപ്പിനും പണ്ടൊക്കെ ആണെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിന്, ഇപ്പൊ അതില്ലല്ലേ. അപ്പൊ അതിനു വേണ്ടിയൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂളിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് വന്നപ്പോൾ ഇത്തരത്തിലൊരു ഗുണം അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ എന്തായാലും പോകണം. നിങ്ങൾ രക്ഷകർത്താക്കൾ മൊത്തം വരണം. നിങ്ങൾ രക്ഷകർത്താക്കളുണ്ടെങ്കിലേ കുട്ടികൾ വരുത്തുള്ളൂ. കാരണം ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതി ഞാൻ ചെന്ന് പറഞ്ഞാലും HM പറഞ്ഞാലും ടീച്ചർമാർ പറഞ്ഞാലും ഒക്കെ അത് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ വെറും വാക്ക് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് സമ്മതിപ്പിച്ചെടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു രക്ഷകർത്താവ് വേറെ രക്ഷകർത്താവിനോട് പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൻ ഇന്ന കാര്യങ്ങളിലൊക്കെ പ്രാവീണ്യം നേടുന്ന അധ്യാപകരുടെ കഴിവിലൂടെ തന്നെയല്ലയോ ഇവന് എന്ത് കഴിവുണ്ടെന്ന് ഇവര് തന്നെ കണ്ടെത്തി തരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ രക്ഷകർത്താവിനോട് പറഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന് നിങ്ങളുടെ കൂട്ടായ സഹകരണം ഉണ്ടാകണം. ടീച്ചറുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഞാനിവിടെ വരാം. ഉള്ള സമയങ്ങളിലെല്ലാം ഞാനിവിടെ വരാം. ഇത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇത്രയും ഭൗതിക സാഹചര്യങ്ങൾ ഇത് അനുവദിച്ചിട്ടുണ്ട്. ബസ് കൊടുത്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇനി കുഞ്ഞുങ്ങൾ കുറഞ്ഞാൽ ഇത് വലിയ പരാജയത്തിലോട്ട് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ പേരൻസും നമ്മൾ ഒരാളെ കൂടി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരത്തക്ക രീതി, പൊതുവെ കുഞ്ഞുങ്ങളില്ല, കുറവാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരത്തക്ക രീതിയിൽ നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവട്ടെ, രക്ഷകർത്താക്കൾ കാണും. കൊച്ചുങ്ങളൊക്കെ 2, 3, 4 ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല.
കുഞ്ഞുങ്ങളില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്, നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അതുകൊണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിൻ്റെ കാര്യത്തിലോട്ട് ഞങ്ങൾക്ക് പോയതാണ്. ഇതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിൽ ആദ്യത്തെ സംഭവം. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി അംഗൻവാടികളിലുണ്ട്. അംഗനവാടികളിൽ അവര് പഞ്ചായത്ത് തലത്തിൽ നടത്താറുണ്ട്. അതിനകത്ത് കൂടുതലും പൂരോ റവയൊക്കെ വെച്ച് അവർക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വെച്ച് ഒരുപാട് എന്തിനാ രാവിലെയുടെ നെറ്റ് വെച്ച് തോരൻ വരെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ്. അപ്പൊ അതുപോലെ തന്നെ അംഗനവാടികളിലും പ്രാദേശികമായിട്ട് ഒരു അംഗനവാടി 15 കൊച്ചുങ്ങളൊക്കെ എനിക്ക് കാണുന്നത്. 20 പേര് 10 പേര്. അപ്പൊ ആ 10 പേരെ വീട്ടിൽ നിന്നുള്ള രക്ഷകർത്താക്കൾ ഇതുപോലെ ഓരോ ഐറ്റങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരുമായിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി 2 അംഗനവാടികളിലും എളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും ഉണ്ടായിരുന്നു. അത് ഞാനിന്ന് ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിൽ കണ്ടു. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ടീച്ചറായിരിക്കും ഇതിന് മുൻകൈ എടുത്തത്. ഈ ഐഡിയ ടീച്ചറായിരിക്കും കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഓരോ വീട്ടിലെ വിഭവങ്ങളാണ്. അപ്പോൾ ഓരോ വീട്ടിലെ വിഭവങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി ഓരോ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളുടെ ഇതിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതൊരു കൂട്ടായ്മയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, യേശുനാഥൻ കാലത്തൊഴുത്തിൽ ജനിച്ചു. നമ്മൾ കേരളത്തിലെ ദേശീയോത്സവമാണ് ഓണം. പക്ഷെ ഓണത്തിന് വ്യത്യസ്തമായിട്ട് ലോകമെമ്പാടുമുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് അതിന്റെ നിറപ്പകിട്ടാർന്ന ചുവന്ന വയറ്റുമൊക്കെ അതിന്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിലുള്ളതാണ്. അതിനോടൊപ്പം ഈ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ടീച്ചറിനോടും രക്ഷകർത്താക്കളോടും പിടിയോടും മൊത്തത്തിൽ ഉള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ഈ ഫുഡ് ഫെസ്റ്റ് ഔദ്യോഗികമായി ഉദ്ഘാടന ദിനമായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും നവവർഷ ആശംസകളും നേരുന്നു. അതോടൊപ്പം ശനിയാഴ്ച ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രാവിലെ, ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് നമുക്കിപ്പോൾ മുൻതൂക്കം 9 സീറ്റ് കിട്ടിയതുകൊണ്ട് UDF-നാണ് പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് കിട്ടുക. ആ ബേസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും നിങ്ങളുടെ എല്ലാ വോട്ടും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം അന്നത്തെ മീറ്റിങ്ങിൽ എത്താൻ പറ്റുന്ന എല്ലാ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ വരണം. എൻ്റെ പാർട്ടിയിലെ മാത്രമല്ല ഞാൻ വിളിക്കുന്നത്, ഇവിടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു സഹായവും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അപ്പം ടീച്ചർ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരുപക്ഷെ ഗ്രൂപ്പ് ഇട്ട് കാണും, ഞാൻ ശ്രദ്ധിച്ച് കാണത്തില്ല. ടാലന്റ് ചേർട്ടോ. ഹാപ്പി ക്രിസ്മസ്. ഈ ഫുഡ് ഫെസ്റ്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയ പേരൻസിനോടാണ് ഒരു ബിഗ് താങ്ക്സ് പറയുന്നത്. കാരണം ആരും ഒരു മടി കൂടാതെ എല്ലാവരും ഓരോ ഐറ്റം ഗ്രൂപ്പിനകത്ത് പറഞ്ഞ് അത് ഇത്രയും വിജയകരമാക്കി തന്ന പേരൻസിനും ഇതിനെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനും ആദ്യമായി നന്ദി പറയുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു റെക്കോർഡ് തലത്തിൽ നിൽക്കുന്ന നമ്മുടെ ഫുഡ് മെമ്പറാണ്. ഈ സ്ഥാനം ഞാൻ ഇനി ആർക്കും വിട്ടു കൊടുക്കില്ല എന്നുള്ള വാശിയിൽ വീണ്ടും വമ്പിച്ച വിഷത്തോട് ടീച്ചർ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ മെമ്പറുടെ ഒരു ഉദ്ഘാടനം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് അതോടൊപ്പം തന്നെ സഹകരിക്കുന്നതാണ് ഗോപേണ്ണൻ എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ഗോപേണ്ണൻ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് മെമ്പറെക്കാളും ആക്റ്റീവായിട്ട് ഇപ്പം എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്നത് ഗോപേണ്ണാന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരുടെയും സഹകരണം ഒരുപാട് നല്ല രീതിയിൽ തന്നെ സ്കൂളിനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിഞ്ഞ വർഷം നല്ലൊരു
പിള്ളേർക്ക് ഇനിയും കളിക്കണം. ചെരുപ്പങ്ങ് മാറ്റി ശ്രീദേവേ ഞാൻ പറ്റുന്നില്ല. എന്താ എടുക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അയച്ചു തരാം, ഞാൻ അയച്ചു തരാം. ഓ ഇത് എല്ലാവരും ഉണ്ട് കേട്ടോ. Oh, in 5 minutes to ride in a one-horse open sleigh.